90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് ട്യൂഷൻ പഠിക്കാം. ആലാപനത്തിന്റെ ആനന്ദം നിറവൊരുക്കിയ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാരുടെ അനുപമ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുഞ്ഞു കുറുമ്പുകളുടെ ആനന്ദ മധുമഴയിൽ കൂട്ടുകൂടാൻ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, ദീപു അങ്കിൾ, മധു അങ്കിൾ, നമ്മുടെ സ്വന്തം മുകേഷ് അങ്കിൾ. കുഞ്ഞു പൂക്കളുടെ രാഗമധുവിന് മധുരമേക നമ്മുടെ സ്വന്തം ബാൻഡ്. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. നാദമധുരത്തിന്റെ സ്വരമഴയുമായി കോഴിക്കോട്ട് നിന്നും അമൃതവർഷിണി. വെൽക്കം അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. ചേച്ചി ഇവിടെ എന്താ പരിപാടി? ഇതാണ് നിങ്ങൾക്കുള്ള ഒരു പുതിയ അടുത്ത ടാസ്ക്. എന്താണെന്നറിയോ? പറഞ്ഞുതരാം, വെയിറ്റ്. ഈ സംഭവം കണ്ടില്ലേ? ഇത് എയിം ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇടണം. എങ്ങനെയാ അറിയോ? എയിം ചെയ്യുക, എന്നിട്ട് ആ റെഡിലോട്ട് ഇടുവാണെങ്കിൽ ഇയാൾക്കൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടും. എന്താ, ഒരു ഡോള്. അങ്ങനെയല്ല, അതിന്റെ മുകളിലാണെങ്കിൽ ഒരു ചോക്ലേറ്റ് കിട്ടും. മറ്റേത് അതിന്റെയും മുകളിലാണെങ്കിലോ ഒരു ക്യാൻഡി കിട്ടും. അപ്പൊ ട്രൈ യുവർ ലക്ക്. മിടുക്കി കുട്ടിയെ ഗിഫ്റ്റ് വേണ്ടേ? ക്യാൻഡി പിടിച്ചോട്ടോ. അപ്പൊ ഓണറിന്റെ ടൈം ആവുന്നു. നന്നായി പാടിട്ടോ കേട്ടോ. ബൈ. അമൃതവർഷിണി, എന്തോ? വെൽക്കം ബാക്ക്. താങ്ക് യു സർ. മോൾ ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? അഷ്ടമി രോഹിണി രാത്രിയിൽ. ഇപ്പൊ എന്തായാലും നന്നായിട്ട് പാടുക. അമൃതക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അഷ്ടമി രോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്തു നിൽക്കുമ്പോൾ ആലവിളക്കിന്റെ നീല വെളിച്ചത്തിൽ വന്നു ഞാൻ ആദ്യമായി കണ്ടു. ഈ മുഖം വന്നു ഞാൻ ആദ്യമായി കണ്ടു.
നന്നായിട്ട് പാടി കേട്ടോ. ദേവരാജ മാഷ് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു പോർഷൻ ഇട്ടുണ്ട്. ഏതാണെന്നറിയോ? ആ വയലിന്റെ അതാണ് അനുപല്ലവി തുടങ്ങുന്നത്. പക്ഷെ ചരണം തുടങ്ങുമ്പോൾ രണ്ടേ ഉള്ളൂ. ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വന്നിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. 1-2 സ്ഥലങ്ങൾ പോയിട്ടുള്ള വേഗം പറയാം. 1,200 ഓമന, അവിടെ കുറച്ചൊരു ചെറിയ ആട്ടം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാൻ ആദ്യമായി കണ്ടു എന്ന് എൻഡ് ചെയ്യുന്ന പോർഷൻ. എനിക്കിപ്പോഴും റിക്വസ്റ്റ് ചെയ്യാനുള്ള വോയിസ് കുറച്ചുകൂടെ പവറാണ്. ചരണത്തിലുള്ള 1,200 ഒന്ന് പഠിക്കും. അവിടെയൊക്കെ ഹസ്കിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് മോളെ. 1,200 അങ്ങനത്തെ ആ ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. 1,200 നാളുകളിങ്ങനെ പറ്റും അമൃതയ്ക്ക് പറ്റും. അത് വളരെ ഒതുക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒറിജിനലുമായിട്ടൊരു അടുത്ത് നിൽക്കേണ്ട ഒരു ഇത് ഫീൽ വരത്തില്ല. കാരണം എവിടെയോ ദൂരെ നിൽക്കുന്ന പോലെ 1,200 അപ്പൊ ആ പാട്ടിന്റെ ഫീൽ അങ്ങ് മാറിപ്പോവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പഠിച്ചു വരും, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ചെവി കൂടെ കേട്ട് ഇതിൽ കൂടെ കളയരുത്. നന്നായിട്ട് ഉറച്ചു പാടിയാല് നമ്മൾ കുറച്ച് മോഡുലേഷൻ, വികാരം അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൊണ്ടുവരേണ്ട സ്ഥലത്ത് കുറച്ചൊന്ന് കുറയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആഹാ എന്ന് പറയും. ഓക്കെ, നല്ല പാട്ടിന്റെ നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടും. അമൃതക്കുട്ടി, എനിക്ക് മോളുടെ പാട്ടിൽ കേട്ടിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, മോള് മ്യൂസിക്കലി കഴിവുള്ളൊരു കുട്ടിയാണ്. പാടുന്ന സംഗതികൾക്കെല്ലാം ഡീറ്റെയിലിങ്ങും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ മോള് പാടുമ്പോൾ ഒരു എക്സ്പ്രഷന് വലിയൊരു പ്രശ്നമുണ്ട്. ഇതൊരു റൊമാൻറ്റിക് സോങ് ആണ്, ലവ് സോങ് ആണ്. അതായത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്ങും നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഇതൊക്കെയാണ് ഇതിൻ്റെ സാഹിത്യം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. മോൾ ഇത് ഹസ്കി ആയിട്ട് പാടുമ്പം അതിൽ വേറൊരു പ്രശ്നം കൂടി വല്ലാതെ കയറി വരുന്നുണ്ട്. മോളുടെ എല്ലാ വരികളുടെയും ഇടയിൽ ശ്വാസം വലിക്കുന്ന ശബ്ദം വളരെ ലൗഡായിട്ട് കേൾക്കുന്നുണ്ട്. ഈ ശ്വാസം വലിക്കുന്ന ശബ്ദം പാട്ടിൻ്റെ കൂടെ വരുമ്പം അതിനൊരു വിങ്ങൽ അല്ലെങ്കിൽ തേങ്ങി കരഞ്ഞു പാടുന്നൊരു ഫീൽ വരും. അപ്പോൾ ഈ പറഞ്ഞ പോസിറ്റീവായിട്ട് നാളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പോസിറ്റീവ് ആവുന്നതിന് പകരം ഇന്നലെക്കുറിച്ചുള്ള സങ്കടം ഓർത്ത് പാടുന്ന ഒരു ഫീലായി മാറും. അപ്പോൾ ഈ സാഹിത്യത്തിൻ്റെ നമുക്ക് കിട്ടുന്ന ഒരു വികാരം മൊത്തം മാറിപ്പോവും. അതാണ് ഈ ശ്വാസത്തിൻ്റെ ശബ്ദം ഇടയിൽ കയറി വന്നാലുള്ള പ്രശ്നം. അപ്പം മോൾ ആദ്യത്തെ ലൈൻ മാത്രം ഒന്ന് പാടി. അഷ്ടമി രോഹിണി രാത്രിയിൽ അമ്പലമുറ്റത്തു നിൽക്കുമ്പോൾ ആലവിളക്കിൻ്റെ നീല വെളിച്ചത്തിൽ അന്നു ഞാൻ ആദ്യമായി കണ്ടു ഈ മുഖം, അന്നു ഞാൻ ആദ്യമായി കണ്ടു. ഇപ്പം മോള് പാടിയപ്പം നേരത്തെ ടേക്കിൽ പാടിയതിനേക്കാളും വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ബ്രെത്ത്. അപ്പം ഈ ബ്രെത്ത് ശബ്ദം വരുന്നു തോന്നുമ്പം ഇതൊന്ന് മൈക്ക് മാറ്റി തിരിച്ചു വരിക. അപ്പം ഈ ശ്വാസത്തിൻ്റെ ശബ്ദം കൂടുതൽ കേൾക്കുമ്പോഴാണ് പാട്ടിലൊരു വിങ്ങൽ. ചില പാട്ടിന് ഈ ശ്വാസത്തിൻ്റെ ശബ്ദം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം 2 കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഒന്ന്, ശ്വാസം കൺട്രോൾ ചെയ്യുക. രണ്ടാമത്തത് തുറന്ന് പാടുക. ഇത് രണ്ടും വന്നാൽ മോളുടെ കാര്യം സെറ്റ്. അമൃതവർഷിണി കുട്ടി, മോള് നന്നായിട്ട് പാടുന്നുണ്ട്. നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. നല്ലൊരു സിംഗറാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ പാടിയാണോ ഇങ്ങനെ ഈ ഹസ്കി വോയിസ് ആയത്, അതിൻ്റെ ഈ ചില ഡിവോഷണൽ സോങ്സിനൊക്കെ വേണ്ടിയിട്ട് പാടിയാണോ അങ്ങനെ ശീലിച്ചത് എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ മോള് ഓപ്പണായിട്ട് പാടേണ്ട പാട്ട് ഓപ്പണായിട്ട് പാടുക, ഹസ്കി ആക്കേണ്ട സ്ഥലത്ത് ഹസ്കി ആക്കുക. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മോളെ അമൃതവർഷിണി, മോളുടെ പാട്ടൊക്കെ വളരെ ഗംഭീരമായിരുന്നു, നല്ല ഫീലുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ, അത് അങ്കിളിന് മനസ്സിലാവത്തില്ല, പക്ഷേ ഇപ്പം അങ്കിളിന് മനസ്സിലായി എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയലാർ രാമവർമ്മയുടെയൊക്കെ ഒരു മാജിക്കാണ്. ദേവരായ മാഷുമായിട്ട് ചേർന്നപ്പോഴത്തേക്ക് അത് അഭിനയവുമായിട്ട് വളരെ ബന്ധമുണ്ട്. പാട്ടാണോ ഡയലോഗാണോ അങ്ങനെ ഒരു ചെറിയ ഒരു നേർ വരമ്പ് മാത്രമേ ഉള്ളൂ. ഡയലോഗായിട്ട് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന്, നീ അയാളെ കണ്ടത് എങ്ങനെയായിരുന്നു, നിൻ്റെ ഓർമ്മയൊന്ന് പറഞ്ഞേ. അതായത് അഷ്ടമി രോഹിണി രാത്രിയിൽ ഈ അമ്പലമുറ്റത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ആലവിളക്കിൻ്റെ നീല വെളിച്ചത്തിലാണ് അദ്ദേഹത്തിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഡയലോഗാണിത്. ഇത് ദേവരായ മാസ്റ്റർ ഒന്ന് കൈവച്ചപ്പോഴത്തേക്ക് അത് ഒരു പാട്ടായി. കോരിത്തരിക്കുന്നു ദേഹം എന്ന് പറഞ്ഞിട്ട് ഒരു ഹമ്മിങ് അല്ല, ഹൈ 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 എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡയലോഗുമായിട്ട് ബന്ധപ്പെടണം. നമ്മൾ ഡയലോഗ് പറയുമ്പം ഓ കോരിത്തരിച്ചു പോയി, ഓ ഹൈ ഹൈ എന്ന് പറയും.
പാട്ടിനകത്ത് വളരെ അപൂർവമായിട്ടാണ് ഹൈ ഹൈ വരുന്നത്. അപ്പോൾ അതുവരെ അവർ പരീക്ഷണങ്ങളാണ്. എങ്ങനെയാണ് വ്യത്യസ്തമാക്കുക, എങ്ങനെയാണ് ഒരു പാട്ട് ഇതുവരെ ആരും ചെയ്യാത്ത തരത്തിൽ ചെയ്യുക, അങ്ങനെയുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആരും മോശമല്ല. ഒരു പാട്ട് ഇന്ന സ്ഥലത്ത് എഴുതി ട്യൂൺ ചെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ കാത്തിരിക്കുന്നതിനെ പോലെ തന്നെ ബാക്കിയുള്ള സംഗീത സംവിധായകരും ഗായകരും കാത്തിരിക്കുകയാണ്, എന്തായിരിക്കും പുതിയ സാധനം. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്വമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മോളുടെ ഇന്നത്തെ പാട്ടിന് ഞങ്ങൾ ജഡ്ജസ് തരുന്നു താങ്ക് യു സർ. Congratulations, you are awarded a double wow. താങ്ക് യു സർ. അടി ഒരു അമൃത പൂക്കുറ്റി. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചേച്ചാ. ഡബിൾ ബോക്ക് കിട്ടി, സന്തോഷായില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ ടിപ്സ് ഒക്കെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ലോണം പാടണം. അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നു ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഇനി ഈ അടുത്ത പ്രാവശ്യം നല്ലോണം പാടി ടിപ്സ് ഒക്കെ മനസ്സിൽ വെച്ച് നല്ലോണം പാടിക്കഴിഞ്ഞാൽ അച്ഛൻ ബിരിയാണി മേടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം പൊളിക്കല്ലേ? പാട്ടിന്റെ വിരുന്നൊരുക്കി മലയാള മനസ്സുകളുടെ മനം കവർന്ന പ്രിയ പാട്ടുകാരൻ ശ്രീഹരി. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. കൈകൊട്ട് പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ഭയങ്കര പ്രാക്ടീസ് ആണല്ലോ. ടെൻഷനിലാണോ? പാട്ടൊക്കെ നീ അടിപൊളിയായിട്ട് പാടും. ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് കളിക്കാനൊന്നും തോന്നുന്നില്ലേ? പാട്ടിന്റെ ടെൻഷനിലായിരുന്നോ? നമുക്ക് കുറച്ചു നേരം ചില്ല് ചെയ്യാം. ഓക്കെ, ഈ കളി വേണോ ആ കളി വേണോ? വേണ്ട വേണ്ട, നമുക്കിത് കൺഫ്യൂഷൻ വരണ്ട. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തോട്. ഓക്കെ, അതാണ് നിനക്ക് കളിക്കാനുള്ളത്. ഇതെങ്ങനെയാ കളിക്കണ്ടേന്നറിയോ? പറഞ്ഞുതരാം. സി, ഇതുണ്ടല്ലോ, ഇതിൽ നമുക്കൊരു ആരോ ഉണ്ട്. ഈ ആരോ നമ്മൾ എയിം ചെയ്യണം. എയിം ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഉന്നം നോക്കിയിട്ട് എറിയണം. ഓക്കെ, ആദ്യത്തെ ആ ചുമപ്പ് കണ്ടോ? ആ ചുമപ്പിലേക്ക് നീ എറിയുകയാണെങ്കിൽ നിനക്കൊരു ടോയ് കിട്ടും. ഓക്കെ, അങ്ങനെയല്ല അതിൻ്റെ മുകളിലാണെങ്കിൽ നിനക്കൊരു ചോക്ലേറ്റ് കിട്ടും. അതിൻ്റെയും മുകളിലാണെങ്കിൽ ഒരു ക്യാൻഡി കിട്ടും, ലോലിപോപ്പ്. ഓക്കെ, ഏതാ വേണ്ടതെന്ന് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. വെരി ഗുഡ്, കൊച്ചു മിടുക്കനാണല്ലോ. കറക്റ്റ് ആയിട്ട് ഗിഫ്റ്റ് വേണ്ട നിനക്ക്? ചോക്ലേറ്റ്. താങ്ക് യു. പോയി അടിച്ചു പൊളിച്ച് പാടണം കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട, കേട്ടല്ലോ? നന്നായി പാടേ. ഓണറിന് നമുക്ക് നോക്കാലോ. ദാ ആയല്ലോ. ഓക്കെ, ഒരു ഹൈ ഫൈ. ഹൈ ഫൈ, ബൈ ബൈ. ഭയങ്കര സുന്ദരനാണല്ലോ. നീ പിഷാരുടെ വല്ലവരുമാണോ? അതാണ് പറഞ്ഞ. കാരണം അങ്ങേര് ആദ്യത്തെ ദിവസം വന്ന് ഇതുപോലത്തെ 2 ഗീറ് 3 ഗീറൊക്കെ ഉള്ളത്. ഇതിപ്പോ എല്ലാം മൊത്തം ഇങ്ങോട്ടായി. ബട്ടൺസ് നമ്മൾ സാധാരണ നേരെ ഇടുന്നതെല്ലാം വലത്തോട്ടായി. ട്രെൻഡാ. എവിടുത്തെ മേടിച്ചതാ? ഓ, മുകേഷിന്റെ ആളാ. പാലക്കാട്ട് മലയാളം അതാണ്. ഓ ശരി, ഏത് പാട്ടാണ്? കൈകൊട്ട് വണ്ണേ, കൈകൊട്ട് വണ്ണേ. ഓ, അവൻ എടുത്തോണ്ട് വരുന്നതല്ല അവന്റെ ജോണറിലുള്ള പാട്ടാണ് കേട്ടോ. കലക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. തന്നാരോ തന്നാരോ തകതിയ കന്തിയ കന്തന്നാരോ, തന്നാരോ തന്നാരോ തകതിയ കന്തിയ കന്തന്നാരോ. കൈകൊട്ടു പെണ്ണെ, കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടു
മണിയണ്ട, എന്തോ നീ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സാർ. സൂപ്പർ പെർഫോമൻസ്. അത് മാത്രമല്ല നിന്റെ ജോണറിലുള്ളൊരു പാട്ടാണ്. പക്ഷേ നീ ഒരു മിടുക്കനാണ്. താങ്ക് യു സാർ. ഒരു മിടുമിടുക്കനാണ്. കാരണം വെച്ചാൽ ഒരു പവർ ഉണ്ടല്ലോ, എനർജി. ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നു. കുറച്ച് ശ്രുതിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. ഇത് കലാഭവൻ മണി പാടിയ പാട്ടാണ്. പക്ഷേ മണി എന്ന് പറഞ്ഞ ഒരു അത്ഭുത മനുഷ്യനാണ്. കാരണം അദ്ദേഹം സംഗീതമൊന്നും പഠിക്കാതെ തന്നെ ശ്രുതിയൊക്കെ നൂല് പിടിച്ച പോലെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം യാതൊരു സംശയമില്ല ഈ പാട്ട്. ഇപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കൃത്യമാണ്. അതങ്ങനെ കീറി മുറിച്ച പോലെ ഇരിക്കണം. കാരണം മണി പാടുന്ന അങ്ങനെ ഒരു സാധനം കൂടെ ഇടും. എന്തായാലും നല്ല എനർജി പാക്ഡ് ആയിരുന്നു. സുന്ദരമായിരുന്നു കാണാനും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് കാണും. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേട്ടോടാ മണിയണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. ഈ MG അങ്കിൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു സംശയമില്ല. മോൻ്റെ അടുത്തുനിന്ന് ഇനിയും കിട്ടാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ചെറിയ വിബ്രാറ്റോ ഒക്കെ മിസ്സിംഗ് ആണ് എന്നൊക്കെ പറയുന്നത്. കാരണം മോൻ്റെ അടുത്ത് നിന്ന് എന്തും കിട്ടും എന്നുള്ളൊരു വിശ്വാസം മോൻ ജഡ്ജസിന് തന്നു, ഇല്ലേ ശ്രീകുണൻ ചേട്ടാ? അല്ല, അവൻ മിടുക്കനാണ്, മണികണ്ഠനാണ്. അതെ, അവൻ മണികണ്ഠനാണ്. അവൻ അടിപൊളിയായിട്ട് പാടും. അതെ അതെ, സംശയമില്ലാത്ത. താമസം എന്തേ പാടിയതല്ലേ. ഇതില് എനിക്ക് മോൻ്റെ ഈ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മോൻ്റെ ഈ ഫോക്ക് എന്ന് പറയുന്നത്, മോനത് ഫോക്ക് മാതിരി ഇനി ഒരു പാട്ട് ഞാൻ ഫോക്ക് സ്റ്റൈലിൽ പാടാൻ ശ്രമിക്കാം എന്നൊന്നുമല്ല. മോൻ്റെ രക്തത്തിൽ ഫോക്കുണ്ട്. മോൻ പാടുന്ന സമയത്ത് മോനെ തന്നെ അങ്ങ് മറന്നുകൊണ്ട് വിളയാടി പാടുകയാണ് മോൻ. സ്വയം മറന്ന് പാടുക. ആ പാട്ടിൽ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഇത് ഈ പ്രായത്തിൽ ഇങ്ങനെ പാടുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു സംശയമില്ല മണിച്ചേട്ടൻ്റെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും മോനെ. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, മോൻ്റെ പാട്ടിൽ ഫോക്കും അടിപൊളിയും എല്ലാം പാടണമെങ്കിൽ കറക്റ്റ് ബീറ്റിനായിരിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എഴിഞ്ഞു പോയാൽ ഫീല് പോകും. മോൻ്റെ അതാ പറഞ്ഞത്, രക്തത്തിൽ ഫോക്ക് ഉള്ളതുകൊണ്ട് ബീറ്റ് ബാങ് ഓൺ ആണ് മോൻ പാടുന്നത്. അത് ഒരു സംശയം. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആടിപ്പോകുന്നത് മോൻ പാടുന്ന സമയത്ത്. ഉഗ്രനായിട്ടുണ്ട്. മോൻ്റെ പാട്ടിനെ ഏറ്റവും കൂടുതൽ ഇതിൽ ഹെൽപ്പ് ചെയ്തത് മറ്റേ ഗഞ്ചിറ വായിച്ചിരുന്നു തോന്നുന്നല്ലേ? ഗഞ്ചിറ അടിപൊളിയായിട്ട് വായിച്ചു. മോൻ്റെ ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് ഈ സ്റ്റേജിൽ, അതായത് ഇനി ഇത് കയറി പോയി നന്നായി സംഭവിക്കും എന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കുട്ടീനെ ഏതെങ്കിലും ഒരു സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയി, ജാം പാക്ഡ് ആയിട്ടുള്ള സ്റ്റേഡിയത്തിൽ, ഓഫ്കോഴ്സ് കൊറോണ ആയതുകൊണ്ട് ഇപ്പോൾ ജാം പാക്ഡ് ഒന്നും ആവില്ല, പക്ഷേ ഇതുണ്ടായിരുന്നില്ല, ഒരു ജാം പാക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയത്തിൽ മോനെ കൊണ്ടുപോയി ഈ പാട്ട് പാടിപ്പിച്ച ആ സ്റ്റേഡിയം മോനെ ഇളക്കും. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ്. മണികണ്ഠ എന്തോ യഥാർത്ഥത്തിൽ മണി മുഴങ്ങുന്ന കണ്ഠം, നല്ല പവർഫുൾ വോയിസ് ആണ്. എന്തായാലും വളരെ നന്നായിരുന്നു മോനെ, ഉഗ്രനായിട്ട് പാടി. പിന്നെ കറക്റ്റായിട്ട് നിർത്തേണ്ട സ്ഥലത്ത് കൈകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ച് കോറസുകാർ നോക്കി കറക്റ്റ് അവർക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള ടൈമിംഗ് കാണിച്ചു കൊടുക്കണ പോലെ അതെല്ലാം വളരെ രസമായിരുന്നു കാണാൻ. കഴിഞ്ഞ പ്രാവശ്യം പാടിയത് സുന്ദരിയേ സുന്ദരിയേ അതിൽ പാടിയേ. അപ്പോൾ അതേപോലെ തന്നെ അതേ രാഗത്തിലുള്ള പാട്ട് തന്നെയാണ് ഇതും, അതേ ജോണർ തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നതും. അപ്പോൾ കുറച്ചൊന്ന് മാറ്റിപ്പിടിക്കണം, എപ്പോഴും ഇങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. ശ്രീഹരി, മോൻ കലാഭവൻ മണിയുടെ പാട്ടാണ് എടുത്തത്. സാധാരണ പാട്ടുകാരും കലാഭവൻ മണിയും തമ്മിലുള്ള, ഗായകനായ കലാഭവൻ മണിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ കുറച്ചൊരു പഴകിയ പാട്ടോ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ആരാ പാടിയത്, ദാസേട്ടനാണോ ജയചന്ദ്രനാണോ, അങ്ങനെ ഒരു ഡൗട്ട് വരും. പക്ഷേ മണി പാടിയ പാട്ട് ഇത് മണി എന്നറിയാം. കാര്യം അത് വേറൊരു ജോണറാണ്, യൂണിക് വോയിസാണ്. മലയാളത്തിൽ ഇത്രയും കൂടുതൽ ആരാധകർ, അതായത് ഇറങ്ങിത്തിരിക്കുന്ന ആരാധകരുണ്ടല്ലോ, ആവേശത്തോടെ പ്രകടിപ്പിക്കുന്ന ആരാധകർ മണിക്ക് ഉള്ള പോലെ വേറെ ആർക്കും ഇല്ല. കാരണം ഈ തമിഴ് നടന്മാർക്കൊക്കെ ഭയങ്കര ആരാധകരാണ്, തെലുങ്കിലുമൊക്കെ. ഇപ്പോൾ ഒരു തമിഴ് നടൻ, ഇപ്പോൾ പ്രഭുവിൻ്റെ ബർത്ത്ഡേക്ക് ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വലിയ വീടാണ്. അപ്പം നമ്മൾ അതുവഴി ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയോ ദൂരം, കിലോമീറ്റർ കണക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യാണ് മാലയിടാൻ. ബർത്ത്ഡേക്ക് രാവിലെ 9:30 മണിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കും, ഇടുക. അങ്ങനെ
ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പ്രഭുവിനെ വിയർപ്പ് ഒപ്പും അസിസ്റ്റൻ്റ് വന്നിട്ട്. അതേപോലെ മണിയുടെ ബർത്ത്ഡേക്കാണോ എന്ന് അറിഞ്ഞൂടാ, അവിടെ ചാലക്കുടി ഒരു വലിയൊരു ഓഡിറ്റോറിയം എടുത്തിട്ട് രാവിലെ മുതൽ പരിപാടിയാണ്. ഭക്ഷണം അവിടെ ഉണ്ട്, പാട്ട്, ഇടയ്ക്കിടയ്ക്ക് മണി വന്നിട്ട് പാട്ട്, കഥാപ്രസംഗം, തമാശ പറച്ചിൽ, പിന്നെയും പാട്ട്. ഫുൾ ഫാമിലി പാക്ഡാണ്. ചെറുപ്പക്കാർ മാത്രമൊന്നുമല്ല. എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം മണിയെക്കുറിച്ച് ഓർക്കുമ്പം വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും മണിയുമായിട്ട് സഹോദരങ്ങളായിട്ടൊരു സിനിമ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ കുറച്ച് അടുത്തൊക്കെയാണ്. കബഡി എന്ന് പറഞ്ഞു. രണ്ടുപേരും പിന്നെ സഹോദരങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സഹോദരങ്ങളല്ല. മണിയുടെ അച്ഛൻ വേറെയാണ്. അപ്പോൾ അതറിയുമ്പോൾ മണിക്കുണ്ടാവുന്നൊരു ദുഃഖം. അങ്ങനെ ഞാൻ അയാളെ സമാധാനിപ്പിച്ച് അച്ഛൻ്റെ മരണസ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഒരു പാട്ട് വേണം. അപ്പോൾ മണി നിർബന്ധം പിടിച്ചു, അത് ഞാനല്ല പാടുന്നതെങ്കിലും ആ പാട്ട് ഞാൻ പാടാം, എനിക്ക് അത്രയ്ക്ക് മനസ്സിൽ തട്ടിയ ഒരു പാട്ടാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം പറഞ്ഞു, പിന്നെ മണി അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മണി തന്നെ പാടട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കൊണ്ടാണ് ആ ഷൂട്ടിംഗ് തീർത്തത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം, പേടിയാവില്ലേ നീ തനിച്ചല്ലേ. അർത്ഥവത്തായ വാക്കുകളാണ്. എന്നെ ഒരുപാട് നാൾ ഈ പാട്ട് ഹോണ്ട് ചെയ്തു. കാര്യം അവൻ നിർബന്ധിച്ച് അവൻ തന്നെ പാടണമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാട്ട് എൻ്റെ കൂടെ അഭിനയിച്ചു. എന്നിട്ട് അതിനകത്തൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ വന്നു. അപ്പോൾ മണിയെപ്പറ്റി ഇത്രയും സംസാരിക്കാൻ സാധിച്ചത് തന്നെ വലിയ ഒരു ഭാഗ്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. മണിച്ചേട്ടൻ്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞ ഫീൽ ചെയ്തത് അദ്ദേഹത്തിന് എൻ്റെ 4ാമത്തെ പടമായിരുന്നു ബെൻ ജോൺസണിൽ പാട്ടുണ്ടാക്കി അദ്ദേഹം ഒരു പാട്ട് പാടണം എന്ന് അതിൻ്റെ ഡയറക്ടറിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പം പാട്ട് അദ്ദേഹത്തിന് പാടാൻ വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്ക് ഞാൻ 2 ഓപ്ഷൻ ഉണ്ടാക്കി. ഒന്ന് സോന സോന നീ 1-ാം നമ്പർ എന്ന് പറഞ്ഞ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ളൊരു പാട്ട്. അതെ, അത് മണിച്ചേട്ടൻ തന്നെയാണ് പാടിയത്. അതിന് ഓപ്ഷനായിട്ടുള്ള ട്യൂണായിരുന്നു വേൽമുരുക. അപ്പം എനിക്ക് പേഴ്സണലി വേൽമുരുകനോടായിരുന്നു താല്പര്യം. പക്ഷേ ഞാൻ അതിന് നിർബന്ധമൊന്നും പിടിക്കാതെ ട്യൂൺ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു, 2 ട്യൂൺസ്. മണിച്ചേട്ടൻ കേട്ടപ്പം പുള്ളി പറഞ്ഞത്, മോനെ ഇത് 2ഉം ഉഗ്രം പാട്ടാണ്, പക്ഷേ വേൽമുരുക എന്ന് പറയുന്ന ആ ട്യൂൺ അത് എൻ്റെ ശബ്ദത്തിൽ വന്നാൽ അത് ഹിറ്റാവില്ല. എൻ്റെ ശബ്ദത്തിന് ചേർന്ന പാട്ട് സോന സോനയുടെ ട്യൂണാണ്. വേൽമുരുക അതുപോലത്തെ ഒരാളുടെ അടുത്ത് കിട്ടിയാലാണ് ആ പാട്ട് എത്തേണ്ട അടുത്ത് എത്തുള്ളൂ. അങ്ങനെയാണ് സോന സോന എടുത്ത് സോന സോനയും സൂപ്പർ ഹിറ്റ്, വേൽമുരുക ആ ആളാണ് ഇയാൾ. അപ്പൊ ഹരിക്കുട്ടാ, ഇന്നായാലും പൊളിച്ചടുക്കി. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തരാണ് താങ്ക് യു സാർ. So congratulations, Manikutan is awarded A Extreme. താങ്ക് യു സാർ. ഏത് പൂക്കുറ്റി വേണം? ലോലപ്പൻ. ലോനപ്പം പിള്ളേ അടി പൂക്കുറ്റി. താങ്ക് യു സാർ. അപ്പൊ ശ്രീഹരിക്കുട്ട, ഓൾ ദ ബെസ്റ്റ്. ശ്രീഹരിക്കുട്ട, എന്ത് പെർഫോമൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നല്ലോ. താങ്ക് യു. ടോപ്പ് സിംഗറിൽ ഒരു ചെറിയ മണിച്ചേട്ടനാണോ? അതേപോലത്തെ ആറ്റിറ്റ്യൂഡ് ഒരു കട്ടൊക്കെ ഉണ്ട്. ഇനിയും അടുത്ത പെർഫോമൻസുകൾ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് വേണം. എക്സ്ട്രീം അല്ലേ കിട്ടിയേ? ഹാപ്പി അല്ലേ? ഹാപ്പി. അടിച്ചു പൊളിക്കൂലേ? ടോപ്പ് സിംഗറിന്റെ അതുല്യ വേദിയിൽ കുട്ടിക്കുറുമ്പുമായി എത്തുന്നു നമ്മുടെ സ്വന്തം മിയക്കുട്ടി. വെൽക്കം മിയക്കുട്ടി ഓൺ സ്റ്റേജ്. കുലു വെൺപനി പോലെ സലസല സല്ലടയാക പല കற்பனை മോല പരക്കവ ഉണ്ണിനെ പാക. ഹലോ ചുണ്ടരിക്കുട്ടി, മിയക്കുട്ടി, എന്താ പരിപാടി? കളിക്കണേ. എന്നെ കൂടി കൂട്ടോ കളിക്കാൻ? വാ, ഇവിടെ ഇരിക്കെ, ചോദിക്കട്ടെ ഞാൻ ഒന്ന്. എന്റെ പാട്ടൊന്നും പാടാതെ പ്രാക്ടീസ് ഒന്നും ചെയ്യാത്ത എന്താ? പ്രാക്ടീസ് ഒക്കെ ചെയ്തു. എപ്പോഴാ പാടുന്നത്? ഓണാറാകുമ്പോ പാടാം. ഓക്കെ. എന്താ കളിച്ചോണ്ടിരിക്കുന്നത്? ബോൾസ്. എല്ലാം സെറ്റായോ? അടിച്ചു പൊളിച്ച് പാടൂല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടണം കേട്ടോ. ഓക്കെ,
മിയക്കുട്ടി ഭയങ്കര ബിസിയാണ്. അപ്പൊ ഞാൻ നിങ്ങളോടായിട്ടൊരു കാര്യം പറയട്ടെ. 5 to 12 കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഈ ആപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെറ്റിന്റെ ആവശ്യമേ ഇല്ല. മാത്രമല്ല ഇതിന്റെ ക്ലാസ്സസ് എല്ലാം ആനിമേറ്റഡ് രീതിയിലാണ് പഠിപ്പിക്കുന്നത്. വേറൊരു കാര്യം, നമ്മുടെ ട്യൂഷൻ ഫീസിനെക്കാട്ടും വളരെ കുറവാണ് ഇതിന്റെ ചാർജസ് എല്ലാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്യല്ലേ. ഓ സുന്ദരിമണി ഓടി വരിയോ? ഏത് പാട്ടാണ്? എല്ലാരും ചൊല്ലണ്. എല്ലാരും ചൊല്ലണ്. എന്താണ് ബാക്കി എന്താണ്? കല്യാണി നെഞ്ചിലെന്ന് അതാണ് ചോദിച്ചത്, മനസ്സിലായോ? അത് മാത്രമല്ല, അതിനുശേഷം കരിങ്കല്ലാണ്. അടിച്ചു പൊളിച്ചു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അവള് സ്വിച്ച് ഇട്ട പോലെ ഇപ്പൊ പാടുന്നു. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യാ. നാടാകെ ചൊല്ലണ്, നാട്ടാരും ചൊല്ലണ്. കാടാണ് കരളിലെന്ന് കൊടും കാടാണ്, കൊടും കാടാണ് കരളിലെന്ന്. ഞാനൊന്ന് കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യാ, കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യാ. എന്തിന് നോക്കണേ, എന്തിന് നോക്കണേ ചന്ദിരാദീനങ്ങളെ. അയ്യോ ചന്ദിര, അയ്യോ ചന്ദിരാദീനങ്ങളെ. ഞാനില്ലാമേ പോട്ട് കല്യാണച്ചെക്കനുണ്ട്, ആടെ കല്യാണച്ചെക്കനുണ്ട്. ചെങ്കൊന്ന് വാങ്ങണം, മുണ്ട് മുറിക്കണം, പൂത്താലി കെട്ടിയിടണം. പൊന്നിൻ പൂത്താലി, പൊന്നിൻ പൂത്താലി കെട്ടിയിടണം. കളിയല്ല കിളിവാലൻ വെറ്റില തിന്നെന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം, എന്റെ ചുണ്ടൊന്ന് ചോപ്പിക്കണം. എന്നാലും എപ്പോഴും എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്. കല്യാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഇനുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവള് സ്വിച്ച് ഇട്ടതുപോലെ പാടും. പാടി. ആ, അത് കൃത്യമായിട്ട് പാടും. ഇനി ആരാണ് ഫ്രണ്ടിലിരിക്കുന്ന ഗന്ധർവനാണേലും ഇനി രാജകുമാരനാണേലും അവൾക്ക് ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. അവളിപ്പോ ചോദിക്കും ശരിക്കും അങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് മോളെ അവിടെ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു മോളെ ആ ഡയലോഗ് ലാസ്റ്റില്? എന്നാലും എപ്പോഴും എല്ലാരും ചൊല്ലണ്, എല്ലാരും അല്ല, അത് ചൊല്ലണ്. കുറച്ച് എക്സ്പ്രഷൻ ആയിട്ട് പാടിക്കൂടെ? എന്നാലും എപ്പോഴും, എന്നാലും എപ്പോഴും
എല്ലാരും ചെല്ലണേ എല്ലാരും ചെല്ലണേ. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലാവാത്ത, ട്രിവാൻഡ്രത്ത് ആരെങ്കിലും ബന്ധുക്കളുണ്ടോ? തിരുവനന്തപുരം കേട്ടിട്ടുണ്ടോ? ഇല്ല, അത് ട്രിവാൻഡ്രം അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. അവക്ക് ഇവിടെ നിന്ന് വിട്ടാ വീട്, വീട്ടിൽ നിന്ന് വിട്ടാ ഇവിടെ. ശരിയാ. അല്ല, എന്തിന് നോക്കണ്, എന്തിന് നോക്കണ് അതൊന്ന് പാടിക്ക്. എന്തിന്നെ നോക്കണേ ആ. എന്തിന്നെ നോക്കണേ എന്തിന്നെ നോക്കണേ എന്തിന്നെ നോക്കണേ ചന്ദിരാദീനങ്ങളെ അയ്യോ ചന്ദിര. അത് എനിക്ക് തോന്നുന്നു ചന്ദ്രൻ തിരുവനന്തപുരത്തുകാരനാന്ന് തോന്നുന്നു. അല്ല, ഞാനില്ല മേപ്പോട്ടെന്ന് പാടിക്കാം. മേപ്പോട്ടെന്ന് പാടിയോ? ഞാനില്ല മേപ്പോട്ട് രണ്ടും പാടുന്ന ഞാനില്ല മേപ്പോട്ട്, ഞാനില്ല. എന്തായാലും അവക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, തകർത്തു മോളെ കേട്ടോ. എല്ലായിടും നല്ല രസകരമായിട്ട് പാടി. മാത്രമല്ല, ഈ പ്രായത്തിൽ ഇതൊക്കെ ഓർത്തിരിക്കണ്ടേ? കാരണം ഇതൊക്കെ ഒരു വലിയ ടാസ്ക് അല്ലേ, അല്ലേടാ? ഓരോ ലൈൻ വെച്ച് ഞാൻ ഓർത്തു പോകും. എന്തോ ഓരോ ലൈൻ വെച്ച് ഞാൻ ഓർത്തു പോകും. ഓരോ ലൈൻ വെച്ച് ഞാൻ ഓരോ ലൈൻ വെച്ച് അവൾ ഓർത്തു പോകും. ഓരോ സ്റ്റെപ്പ് ഇല്ലേ, അതുപോലെ ഓരോ ലൈൻ വെച്ച് പറഞ്ഞു പോകും. തകർത്തു കേട്ടാ. കാച്ചി മുക്കി, ഇഞ്ചി മുക്കി, സ്പ്രിഞ്ചി. ഓ, ഇതൊക്കെ കൊറേ നാളായി. ഫ്ലറിഞ്ചി. മിയക്കുട്ടി, ആ ആ ആന്നോ ഓന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞോ. മിയക്കുട്ടി, മിയക്കുട്ടിയുടെ പാട്ട് കേട്ടിട്ട് എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിരിക്കില്ലേ മിയക്കുട്ടി പാടുന്ന കേട്ടിട്ട്? അത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉഗ്രമായിട്ടുണ്ട്. ആ, എനിക്ക് മിയക്കുട്ടിയുടെ അടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം, ഇതെങ്ങനെ ഇത്രയും ലിറിക്ക് ബൈ ഹാർട്ട് പഠിച്ചു? എന്തെങ്കിലും ടെക്നീക്ക് ഉണ്ടോ? ഒന്നുമില്ല, പഠിച്ച് വെച്ചേക്കടയാണ്. പാട്ട് കേട്ട് കേട്ട് വെച്ചേക്കണയാണ്. ശരി. ഇങ്ങനെ ആശൻ. എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണേ കല്യാണി നെഞ്ചിൽ. അതുകൂടെ കാണിക്കണം. പിന്നെ മൈക്ക് താഴെ ഇട്ടിട്ട്, നെഞ്ചിലെന്ന്. പിന്നെ മൈക്ക് താഴെ വെച്ചിട്ട് കരിങ്കല്യാണി. അയ്യോ കേക്കൂല. ആ അമ്മ ഒരു താങ്ക്സ് പറയും അവർക്ക്. അതെപ്പോഴും പറയണം കേട്ടോ. അതെ, അതന്നെ. അല്ല ഓർക്കസ്ട്ര അല്ല, ഓർക്കസ്ട്രക്കാരോട് താങ്ക് യു പറയണം. മറന്നുപോയി, പഠിക്കാൻ മറന്നുപോയി. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പാട്ട് മോള് പാടുമ്പം ആ പാട്ടിന്റെ ഭംഗി കൂടാതെ ഇതിനെവിടേക്കോ ഒരു നഴ്സറി റൈമിന്റെ ഭംഗിയും കൂടി കിട്ടി. അത് എനിക്ക് തോന്നുന്നു മോളുടെ ശബ്ദത്തില് ഒരു പ്രത്യേകത ഉള്ളത്, ചില ലൈൻ വരുമ്പം തുളഞ്ഞു കയറും ഫ്രീക്വൻസി. അത് ഞാൻ മോള് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടി, ഈ ലൈൻ മിക്കവാറും ചെവി തുളയും. അതേതാ ലൈൻ എന്നറിയാം. കറക്റ്റായിട്ട് അത് പാടുമ്പോൾ സംഭവിക്കുകയും ചെയ്തു. അയ്യാ, അതേതാണത്? ഞാനൊന്ന് തൊട്ടപ്പോ നീനക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ. ആ, ഇപ്പൊ മോള് നല്ല സോഫ്റ്റ് ആയിട്ട് പാടി. പക്ഷെ എല്ലാവരുടെയും മൊത്തം ബഹളത്തിന്റെ ഒപ്പം അയ്യ എന്നുള്ളത് ശരിക്കും തുറന്നു പാടും മോള്. അത് നല്ലതാ. ഈ പാട്ടിന് അങ്ങനെ തുറന്ന് തന്നെ പാടണം. എന്തായാലും മോള് പാടിയതെല്ലാം നമുക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഉഗ്രനായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പാട്ടും മോള് വന്ന് കറക്റ്റ് മോൾക്ക് ചേരുന്ന പാട്ട്. അടിപൊളി. മിയക്കുട്ടി, പാട്ട് കേൾക്കാനും കാണാനും നല്ല ചന്തം ഉണ്ടായിരുന്നു. ഉഗ്രനായിരുന്നു. സൂപ്പറായിട്ട് പാടി. അവിടെ നിന്ന് കണ്ടുകൂടെ കൊണ്ടുവന്ന് വെച്ചൊരു ബൊമ്മയ്ക്ക് കീ കൊടുത്തിട്ട് വിട്ട പോലെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓ, താങ്ക് യു. മിയക്കുട്ടി ആദ്യം പിന്നെ അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഗംഭീരമായിരുന്നു കേട്ടോ. മിയക്കുട്ടി പാടിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് അതിന്റെ കൂടെ ഡാൻസ് ചെയ്യുമായിരുന്നു. മനസ്സുകൊണ്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. അത്രമാത്രം താളവും ബഹളവും ഓമനത്വവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇതിന് മുമ്പുള്ള പാട്ട് ഏതായിരുന്നു പാടിയത്? അത് ഇപ്പോഴും ഓർമ്മയുണ്ടോ അതോ മറന്നോ? ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ പഠിച്ച പാട്ടുകളൊക്കെ പിന്നെ മറക്കത്തില്ലേ? ഇല്ല, അത് എല്ലാം സ്റ്റഡി ആയിട്ട് ഇരിക്കട്ടെ. അലമാരിയല്ലേ ഇങ്ങനെ ഇരിക്കൂലേ? ശരി. അപ്പൊ എത്ര പാട്ട് ഇങ്ങനെ മനസ്സിൽ ഇപ്പൊ സ്റ്റഡി ആയിട്ട് ഇരിപ്പുണ്ട്? അതെനിക്കറിയില്ല. പഠിച്ച പാട്ടെല്ലാം അവിടെ വെച്ചിട്ടുണ്ടോ? സ്റ്റഡി ആയിട്ട് ഇരിപ്പുണ്ടോ? ആണോ? ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി
ഒരു അത്ഭുത റൗണ്ട് എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ഉണ്ടാക്കണം. ഒരു ഈ പാർട്ടീസിനെ ഒക്കെ പിടിച്ചിട്ട് അതെ അതെ അത്ഭുത റൗണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും വളരെ ഗംഭീരമായിട്ടാണ്. ഞാൻ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാലും മോൾക്ക് വന്ന് താങ്ക് യു പറയുക. അതല്ലാതെ മോൾക്ക് ഇവിടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായില്ല. പക്ഷേ പാട്ട് മനസ്സിലാവുന്നുണ്ട്, പാട്ട് പാടാനും നല്ല അറിയാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് മോൾ. ഓൾ ദ ബെസ്റ്റ്. എടാ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാൽ തിരിച്ചു പറയേണ്ടത് താങ്ക് യു ആണ്. ഓക്കെ മിയക്കുട്ടി, എന്തായിരിക്കും ഒരു ഗ്രേഡ് കിട്ടുന്നത്? പറഞ്ഞോ മിയക്കുട്ടി പറഞ്ഞോ. ക്രൗൺ ഓർക്കസ്ട്ര എന്ന് പറയുന്നില്ലേ, അതുമാതിരി ക്രൗൺ പറഞ്ഞേ. ക്രൗൺ 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 അവസാനം എന്താ ക്രൗൺ ആണ്? ഗോൾഡൻ ക്രൗൺ. ഗോൾഡൻ ക്രൗൺ. ഗോൾഡൻ ക്രൗൺ വേണോ മോൾക്ക്? ഓർക്കസ്ട്ര അകത്ത് തരുമോന്ന് ചോദിച്ചു. ഓർക്കസ്ട്ര അണ്ണാ തരുമോന്ന് ചോദിച്ചു. ഗോൾഡൻ ക്രൗൺ തരുമോ? ഈ കുട്ടിക്ക് നമുക്ക് ഗോൾഡൻ ക്രൗൺ കൊടുക്കാൻ മാത്രം ഉണ്ടോ? പാട്ട് ഉണ്ടോ? ഉണ്ടെന്ന്. ഇതിനെന്താ ആലോചിക്കാൻ? പിന്നെ മിയ, you get a golden crown. Congratulations, മിയക്കുട്ടി, you are awarded golden crown. Thank you. അടിയൊരു ആകർഷക. All the best. All the best. All the best. Thank you, thank you. ഗോൾഡൻ ക്രൗൺ ഗോൾഡൻ ക്രൗൺ ഇല്ല. ഇല്ല ഇല്ല. തന്നില്ല? ഇല്ല. എവിടെ പോയത്? അത് അവര് കുറച്ചേരം പിടിച്ചോണ്ട് നടക്കണം. എന്നിട്ട് പിന്നെ തിരിച്ചു വെച്ചോ? അപ്പൊ അടുത്ത പ്രാവശ്യവും ഗോൾഡൻ ക്രൗൺ മേടിക്കണം. അപ്പൊ പിന്നെയും കുറച്ചു നേരം പിടിച്ചോണ്ട് കിടക്കാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ദീപങ്ങളെ നമ്മുടെ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഓർക്കസ്ട്രക്കാര് സെലക്ട് ചെയ്ത കുട്ടി തന്നെ, മിയ. വെൽക്കം മിയ കുട്ടി ഓൺ സ്റ്റേജ്. മിയ കുട്ടിക്ക് GRB നെയ് നൽകുന്ന ഒരു സമ്മാനം. നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്. കൊടും കാടാണ് കരളിലെന്ന്. ഞാനൊന്ന് കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ. കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണുന്നവരേക്കും ടാറ്റാ.